നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാവതാരം മുതൽക്ക് ശ്രീകൃഷ്ണന്റെ സ്വധാമഗമനം വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ശ്ലോകത്തിൽ ചുരുക്കിയാണ് ശ്രീശുകൻ കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പരീക്ഷത്തിന് ഉത്കണ്ഠ തോന്നി. അതുകൊണ്ട് അദ്ദേഹം വിനയത്തോടുകൂടി ശ്രീശുകന്റെ മുമ്പിൽ അപേക്ഷിച്ചു, ശ്രീകൃഷ്ണകഥ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന്. കഥിതോ വംശവിസ്താര, അങ്ങ് സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞതെല്ലാം ഞാൻ സശ്രദ്ധം കേട്ടു. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണകഥ ചുരുക്കിക്കളഞ്ഞത് എന്നെനിക്ക് മനസ്സിലായില്ല. പറയാൻ കൊള്ളരുതാഞ്ഞിട്ടാണോ? അതല്ല എന്ന് തീർച്ച. ജീവിതത്തിലെ ലൗകികമായ എല്ലാ അഭിലാഷങ്ങളും ഒഴിവാക്കിയിട്ടുള്ള യോഗീശ്വരന്മാർ പോലും ശ്രീകൃഷ്ണകഥയാണ് പറയാറുള്ളതും കേൾക്കാറുള്ളതും. ശ്രീകൃഷ്ണകഥ കേട്ടിട്ട് മതി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ആളെ ക്രൂരൻ എന്ന് വേണം പറയാൻ. പോരെങ്കിൽ എൻ്റെ കുടുംബത്തിന് എനിക്ക് വിശേഷിച്ച് ശ്രീകൃഷ്ണനോടുള്ള കടപ്പാട് അതിരറ്റതാണ്. എൻ്റെ മുത്തച്ഛന്മാരായ പാണ്ഡവന്മാർക്ക് കുരുക്ഷേത്ര യുദ്ധമാകുന്ന ഒരു മഹാസമുദ്രം താണ്ടിക്കടക്കേണ്ടതായിട്ട് വന്നു. ഭീഷ്മദ്രോണാദികളാകുന്ന തിമിംഗലങ്ങളോടുകൂടിയതായിരുന്നു താനും ആ മഹാസമുദ്രം. എന്നിട്ടും അനായാസം ഒരു പശുവിൻ്റെ കുളമ്പടി എങ്ങനെയാണോ കടക്കണത് അതേപോലെ അവർക്ക് കടക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? ശ്രീകൃഷ്ണന്റെ കരുണ കൊണ്ടും അനുഗ്രഹം കൊണ്ടും. എന്തിന് മുത്തച്ഛന്മാരുടെ കാര്യം പറയണു? ഈ ഞാൻ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരിക്കൽ കരിഞ്ഞു പോയതാണ്. ആ ഭഗവാനാണ് എനിക്ക് വീണ്ടും ജീവൻ തന്നത്. ആ ഭഗവാന്റെ കഥ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. എപ്പോഴാണ് ഭഗവാൻ അവതരിച്ചത്? എവിടെയാണ് അവതരിച്ചത്? എത്ര കാലമാണ് അമ്പാടിയിൽ കഴിച്ചുകൂട്ടിയത്? എപ്പോഴാണ് മധുരയിലേക്ക് തിരിച്ചു പോന്നത്? എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് എനിക്ക് കേൾക്കണം എന്നാഗ്രഹമുണ്ട്. ഞാനിവിടെ ഇരുന്ന് ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരുന്ന് കേൾക്കുകയാണ്. ദാഹവും വിശപ്പും ഇല്ലേ എന്ന് ഒരു പക്ഷേ അങ്ങ് ആശങ്കിക്കുന്നുണ്ടാവാം. എനിക്ക് ലവലേശം പോലും ദാഹവും വിശപ്പും ഇല്ല. ശ്രീകൃഷ്ണകഥ എങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്ത് ദാഹം, എന്ത് വിശപ്പ്! അവിടുന്ന് കഥ പറയുക എന്നത് നിർത്തുകയാണെങ്കിൽ മാത്രമേ ദാഹവും വിശപ്പും എനിക്ക് അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ശ്രദ്ധിച്ച് തന്നെയാണ് ഇരിക്കണത്. ശ്രീശുകൻ അപ്പം പറയാൻ തുടങ്ങി, എങ്കിൽ അങ്ങ് ഇന്ന് രാജാവെന്ന് പറഞ്ഞാൽ പോരാ, രാജഋഷി എന്ന് പറഞ്ഞാലും പോരാ, രാജഋഷിമാരിൽ വെച്ച് സത്തമൻ എന്ന് വേണം പറയാൻ. അങ്ങക്ക് ശ്രീകൃഷ്ണകഥ കേൾക്കണം എന്ന് അത്രയ്ക്ക് താല്പര്യമുണ്ടായില്ലോ. ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുക, കേൾക്കുക, ചോദിക്കുക, ഇതൊക്കെ മനസ്സിന് ഒരുപോലെ സന്തോഷവും ശാന്തിയും ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാന് പ്രത്യേകിച്ച് അങ്ങനെ ജനിക്കാൻ ബാധ്യതയൊന്നുമില്ല കേട്ടോ. കർമ്മം ചെയ്യാനും ബാധ്യതയില്ല ഭഗവാന്. എന്നാലും ഭഗവാൻ നിരന്തരം ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവർ ജനിക്കണതും ഭഗവാൻ ജനിക്കുന്നതും തമ്മിൽ സ്വല്പം വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ ജനിക്കണത് ജനിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അവരുടെയൊക്കെ ശരീരം പ്രാരബ്ധ ശരീരമാണ്. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഭഗവാന്റേത് സ്വേച്ഛാശരീരമാണ്. ഏതേത് സമയത്ത് ഏതേത് രൂപത്തോടുകൂടി പ്രത്യക്ഷപ്പെടണം എന്നൊക്കെ ഭഗവാൻ നിശ്ചയിക്കും. അതുപ്രകാരമാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക. സാധാരണ ഒരാൾ കർമ്മം ചെയ്യണത് എന്തിനു വേണ്ടിയാ? ഇന്ന് ഉള്ള ദുഃഖങ്ങൾ ഒഴിവാക്കണം, ഇന്ന് ഇല്ലാത്ത സുഖം കിട്ടണം. ഈ രണ്ടുദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യാറുള്ളത്. ഭഗവാന് കർമ്മം ചെയ്ത് നേടേണ്ടുന്ന ഒരു സുഖം എന്നതില്ല. ഇന്ന് കർമ്മം ചെയ്ത് ഒഴിവാക്കേണ്ടുന്നൊരു ദുഃഖവും ഇല്ല. ഭഗവാൻ സദാ ആനന്ദസ്വരൂപനാണ്. എന്നാലും ഭഗവാൻ നിരന്തരം ജനിക്കുന്നു, നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ആർക്ക് വേണ്ടി? ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി. അല്ലാണ്ട് ഭഗവാൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യണത്. അങ്ങനെ ദ്വാപരയുഗാവസാനത്തിൽ ദേവകീ വസുദേവന്മാരുടെ പുത്രത്വേന അവതരിക്കുക എന്ന് ഭഗവാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അവസരം വരുമ്പോൾ ഭഗവാൻ അവതരിക്കുക എന്നല്ല, നേരെ മറിച്ച് ഭഗവാൻ അവതരിക്കാറാവുമ്പോൾ അവസരം അനുകൂലമായിട്ട് വരിക എന്നതാണ്. ഈ ശ്രീകൃഷ്ണാവതാരത്തിന് അനുകൂലമായ അവസരം ഏതായിരുന്നു എന്നാണെങ്കിൽ ഭൂമിയിൽ അസുരന്മാർ പെരുത്തു എന്നതാണ്.
ദുർജനങ്ങൾ കുറച്ചുണ്ടായാൽ തന്നെ ഭൂമിക്ക് ഭാരം താങ്ങാൻ പറ്റാതാവും. സജ്ജനങ്ങൾ എത്ര ഉണ്ടായാലും ഭാരം അനുഭവപ്പെടില്ല. എന്നിട്ട് ഭൂമി ദേവന്മാരുടെ അടുക്ക ചെന്ന് സങ്കടം പറഞ്ഞു, ഭാരം താങ്ങാനാവണില്ല എന്ന്. ദേവന്മാരും ഭൂമിയും കൂടി ബ്രഹ്മാവിൻ്റെ അടുക്ക ചെന്നും സങ്കടം പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും പാലാഴി തീരത്ത് ചെന്നു. ബ്രഹ്മാവ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പുരുഷസൂക്തം ജപിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഭഗവാന്റെ ശബ്ദം അദ്ദേഹം കേട്ടു. പുരൈവ പുംസാവധൃതോ ധരാജ്വരഃ. ഭൂമിയുടെ ദുഃഖം, ദേവന്മാരുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ദുഃഖം തീർക്കാനും ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ യദുവംശത്തിൽ ദേവകീ വസുദേവന്മാരുടെ പുത്രത്വേന അവതരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്നെ അവതാരകാര്യത്തിൽ സഹായിക്കാൻ വേണ്ടി ദേവന്മാരും ദേവസ്ത്രീകളും യദുവംശത്തിലും ഗോപവംശത്തിലുമായി ജനിക്കണം. ഇതാണ് ഹൃദയത്തിൽ കേട്ട ശബ്ദം. ബ്രഹ്മാവ് അതങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ എല്ലാവരും സസന്തോഷം തിരിച്ചു പോന്നു. അങ്ങനെ ഒരു രംഗം കഴിഞ്ഞു. ഇനി അടുത്ത രംഗം മധുരാപുരിയാണ്. ആ രംഗം അവിടെ ഒരു വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ദേവകീ വസുദേവന്മാരാണ് വധൂവരന്മാർ. വിവാഹം കഴിഞ്ഞാൽ ഒരു പട്ടണപ്രവേശം എന്ന ഒരു സമ്പ്രദായമുണ്ട് ചില നാടുകളിൽ. ദേവകീ വസുദേവന്മാർ ഇപ്പോൾ അതിനുവേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം മുല്ലമാലകളെ കൊണ്ടൊക്കെ അലങ്കൃതമായ തേരിൽ വധൂവരന്മാർ കയറിയിരിക്കുന്നു. വധുവിൻ്റെ ഒരു വക സഹോദരനാണ് കംസൻ. ഈ കംസനാണ് തേര് തെളിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. ഈ തേരിൻ്റെ മുമ്പിലും പിന്നിലും അനവധി തേർപ്പട, കുതിരപ്പട, ആനപ്പട ഒക്കെ ഉണ്ട്. അങ്ങനെ ഗംഭീരമായൊരു ഘോഷയാത്രയായിട്ടാണ് അതിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ ഒരു ശബ്ദം കേട്ടു. അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്ത യം വഹസേ ബുധ. ബുദ്ധിയില്ലാത്തവനെ എന്ന ഒരു സംബോധന. കംസൻ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചു. കേട്ടതെന്തായിരുന്നു? നീ ആരെയാണോ ഇപ്പൊ തെളിച്ചു കൊണ്ടുപോകുന്നത്, ഇവളുടെ അഷ്ടമഗർഭം നിന്നെ കൊല്ലും. ഇത് കേൾക്കേണ്ട താമസം. കുതിരയുടെ കടിഞ്ഞാണും ചമ്മട്ടിയുമൊക്കെ വലിച്ചെറിഞ്ഞു. വാളും എടുത്തു ദേവകിയെ വെട്ടാൻ വേണ്ടിയിട്ട്. വസുദേവൻ ആ കയ്യുമ്മ കയറി പിടിച്ചു. എന്നിട്ട് പറയാൻ തുടങ്ങി, അങ്ങ് എന്ത് സാഹസമായി ചെയ്യണേ? വിവാഹം കഴിഞ്ഞ ഉടനെ സ്വന്തം സഹോദരിയെ വെട്ടിക്കൊല്ലേ? ഇപ്പൊ ഭോജരാജാവ് എന്ന നിലയ്ക്ക് അങ്ങ് വളരെ പ്രശസ്തൻ. ഈ സന്ദർഭത്തിൽ ഇത്തരം ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഈ സൽപ്പേരിന് കളങ്കം വരും. പിന്നെ ഇവളെ കൊന്നു എന്നുള്ളത് കൊണ്ട് അങ്ങയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ജനിച്ചപ്പോൾ തീർച്ചയായില്ലേ മരിക്കും എന്നുള്ളത്. മരണം ഇന്നാണോ 10 കൊല്ലം കഴിഞ്ഞിട്ടാണോ 50 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഇതാർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവളെ കൊല്ലാൻ അങ്ങ് പുറപ്പെടരുത്. ഇപ്പോ വേണമെങ്കിൽ എന്തും അങ്ങക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നല്ല കാലം എന്നും നിലനിൽക്കും എന്നും വിചാരിക്കരുത്. അങ്ങയ്ക്കും ഒരുപക്ഷെ കഷ്ടകാലം വന്നു എന്ന് വരാം. ഇന്ന് വല്ല ദുഷ്കർമ്മവും ചെയ്താൽ അന്നാവും ആളുകൾ പകരം ചോദിക്കാൻ വരിക. അതോർത്തിട്ടെങ്കിലും ഈ ദുഷ്കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങണം. വസുദേവൻ പല വിധത്തിലും ഉപദേശിച്ചു നോക്കി. എന്ത് പറഞ്ഞിട്ടും കംസന്റെ ഭാവത്തിന് ഒരു മാറ്റമില്ല. ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലാണ് ആർക്കും സ്വന്തം പരദേവതയെ ഓർമ്മ വരിക. ഭഗവാനെ ഒന്നിങ്ങനെ സ്മരിച്ചു. അപ്പോഴേക്കും പറയേണ്ടത് പറയാൻ തോന്നി. പക്ഷേ പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു? മനസ്സാ ദൂയമാനേന, മനസ്സിൽ വല്ലാത്ത വേദന. പക്ഷേ പറഞ്ഞതോ പ്രസന്നവദനം ഭോജ, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇവള് അങ്ങെ കൊല്ലും എന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇവൾക്ക് ജനിക്കാൻ പോകുന്ന പുത്രന്മാരെ ഞാൻ തന്നേക്കാം, അതുപോരെ? കംസനും ആലോചിച്ചു, അതുപോരെ, മതി എന്ന് തോന്നി. തേരിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആ രംഗം അങ്ങനെ കഴിഞ്ഞു. തൽക്കാലം ദേവകി രക്ഷപ്പെട്ടു. മഥുരാപുരിയിൽ ദേവകി വസുദേവന്മാർ ദമ്പതിമാരായിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്രമേണ ദേവകി ഗർഭം ധരിച്ചു. 10ാമത്തെ മാസത്തിൽ പ്രസവിച്ചു. വസുദേവന് യാതൊരു സംശയവും ഉണ്ടായില്ല. തൻ്റെ മകനെ അങ്ങോട്ടെടുത്തു. എന്നിട്ട് നേരെ കംസന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഇത് ദേവകിയുടെ ആദ്യ പുത്രനാണ് എന്നും പറഞ്ഞു. കംസൻ അപ്പ പറഞ്ഞു, പ്രതിയാതു കുമാരോയം, ഇതിനെ തിരിച്ചു കൊണ്ടുപോക്കോളൂ, ഇവനെ ഓർത്ത് എനിക്കൊരു പേടിയില്ല എന്ന്. വസുദേവൻ തിരിച്ചു കൊണ്ടുവന്നു. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അത്രേ താമസം ഉണ്ടായുള്ളൂ. കംസന്റെ അടുത്ത കൽപ്പന വന്നു, മകനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. വസുദേവൻ മകനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. ആ കുഞ്ഞിൻ്റെ കാലുമ്മ കയറി ഇങ്ങോട്ട് പിടിച്ചു കംസൻ. അവിടെ വലിയൊരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ ആ കുഞ്ഞിൻ്റെ തല ഒരൊറ്റടി, അതോടുകൂടി തലച്ചോറ് അങ്ങോട്ട് ചിന്നിച്ചിതറിപ്പോയി. ആ കുഞ്ഞിൻ്റെ കഥയും കഴിഞ്ഞു.
ദേവകി വസുദേവന്മാരെ ജയിൽ മുറിയിലടച്ചു. വസുദേവന് ദേവകി മാത്രമല്ല പല പത്നിമാരുണ്ടായിരുന്നു. എല്ലാവരെയും ആ ജയിലിൽ തന്നെയാണ് താമസിപ്പിച്ചത്. ജയിലെന്ന് പറഞ്ഞാലും ഒരു വീട്ടുതടങ്കൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അനുവാദം കൂടാതെ കണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പാടില്ല. അനുവാദം കൂടാതെ കണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വേറൊരാളും കടന്നു ചെല്ലാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു നിയന്ത്രണത്തോടു കൂടി വസുദേവൻ സത്യസന്ധനാണ് എന്ന കാര്യം കംസന് നല്ല ബോധ്യമാണ്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ദേവകി രണ്ടാമതും ഗർഭം ധരിച്ചു. 10ാമത്തെ മാസത്തിൽ പ്രസവിച്ചു. ആ മകനെയും കംസൻ ഇങ്ങനെ അടിച്ചു കൊന്നു. ഇങ്ങനെ 2, 3, 4, 5, 6 പുത്രന്മാരെയാണ്. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ, ഇങ്ങനെ 6 പേരെയാണ് കംസൻ അടിച്ചു കൊന്നത്. അങ്ങനെ ഇരിക്കെ വസുദേവന്റെ മറ്റൊരു പത്നി രോഹിണി സംശയിച്ചു, താനും ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്ന്. ഇനി 10ാമത്തെ മാസത്തിൽ പ്രസവിച്ചാൽ എന്താ ഉണ്ടാവുക? അതിപ്പോൾ നല്ല തീർച്ചയില്ല. ദേവകി പ്രസവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോണതെന്ന് അറിയാം. താൻ പ്രസവിച്ചാലും ഇതൊക്കെ തന്നെയാണോ സംഭവിക്കുക? സൂത്രത്തിൽ ഇവിടുന്ന് മുങ്ങാൻ വല്ല ഉപായമുണ്ടോ എന്ന് രോഹിണി ആലോചിച്ചു. ആരും അറിയാതെ കണ്ട് രോഹിണി അവിടുന്ന് അങ്ങോട്ട് മുങ്ങി. എന്നിട്ട് ആ നന്ദഗോകുലത്തിൽ അഭയം തേടി അവിടെ താമസിച്ചു. ഇതെങ്ങനെയോ കംസൻ കേൾപ്പിച്ച് അറിഞ്ഞു. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ ചാടിപ്പോവാൻ തുടങ്ങിയെന്ന് അതിപ്പോഴാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ വെറുതെ വിട്ടാൽ പറ്റില്ല. നാളെ ദേവകി ചാടിപ്പോവില്ല എന്ന് ഉറപ്പുണ്ടോ? നാളെ വസുദേവൻ ചാടിപ്പോയാൽ എന്ത് ചെയ്യും? വസുദേവന്റെ മറ്റു പത്നിമാരെ മുഴുവനും അവിടുന്ന് പുറത്താക്കി. ദേവകയും വസുദേവനെയും മാത്രം ആ കാരാഗൃഹത്തിൽ അടച്ചു. അങ്ങനെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് കംസന്റെ അച്ഛൻ്റെ ഉഗ്രസേനനായിരുന്നു രാജാവ്. അദ്ദേഹം ചോദിച്ചു ഒരു ദിവസം, എന്താ ഈ ചെയ്യണേ എന്ന്. അതെ, ഇനി അച്ഛൻ അധികമൊന്നും വർത്തമാനം പറയണ്ട, ഇനി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ കഴുത്തിൽ കയറി അങ്ങോട്ട് പിടിച്ചു വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു മുറിയിലേക്ക് ഒരു തള്ള അങ്ങോട്ട് തള്ളി. അച്ഛൻ്റെ തലയിൽ നിന്ന് കിരീടം എടുത്തു, അവനവൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ചു. അങ്ങനെ താൻ രാജാവായിട്ട് സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ആ ജയിൽ മുറി ഇങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തു. കംസന്റെ ഈ പ്രവൃത്തി അത്ര ശരിയായില്ല എന്ന് അവിടെ ചില ആളുകൾക്കൊക്കെ ഒരഭിപ്രായമുണ്ട്. അവരിങ്ങനെ സ്വകാര്യം പറയുന്നുണ്ട്. അവരൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവരെയും അറസ്റ്റ് ചെയ്തു, അവരെയും ജയിലിൽ പാർപ്പിച്ചു. ചില ആളുകൾ കംസനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പോയി. വേറെ ചില ആളുകൾ കംസന്റെ സേവകന്മാരെ പോലെ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. ഇങ്ങനെ തിരുവാക്കെതിർവായില്ലാത്ത വിധം മഥുരാപുരി ആകെ അടക്കി ഭരിച്ചു ഏകാധിപതിയായിട്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഈ ദേവകി വസുദേവന്മാരെ ദുഃഖം കാണാൻ അവിടെ ആരുണ്ട്? ആരുമില്ല. പക്ഷെ ഭഗവാൻ കണ്ടു. ഒരു ദിവസം ഭഗവാൻ തന്റെ മായയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ദേവകി ഗർഭം ധരിച്ചിട്ടുണ്ട്. ആ ഗർഭത്തിലേക്ക് അനന്തൻ ആവേശിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എത്ര മാസം കഴിഞ്ഞിട്ട് വേണം ദേവകി പ്രസവിക്കാൻ? അതും കഴിഞ്ഞ് പിന്നെയും കുറേ മാസങ്ങളോ കൊല്ലമോ ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ ദേവകി ഗർഭത്തിൽ വരാൻ. ഇനി ഇത്രയൊന്നും താമസിക്കാൻ വയ്യ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. ആരും അറിയാതെ കണ്ട് ദേവകീ ഗർഭത്തിൽ നിന്ന് ആ ശിശുവിനെ ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് വസുദേവന്റെ മറ്റൊരു പത്നി രോഹിണി നന്ദഗൃഹത്തിൽ അഭയം തേടി താമസിക്കുന്നുണ്ട്. ആ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനത്തിൽ അങ്ങോട്ട് നിവേശിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ദേവകീ ഗർഭത്തിൽ വരാൻ. ഞാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രത്വേന മഥുരാപുരിയിൽ കാരാഗൃഹത്തിൽ അവതരിക്കും. അതിൻ്റെ പിന്നാലെ ദേവി യശോദയുടെയും നന്ദഗോപരുടെയും പുത്രിയായിട്ട് ഗോകുലത്തിൽ അവതരിക്കാം. തത്സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വേണ്ട പോലെ അങ്ങോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ ലോകത്തിന് ക്ഷേമമുണ്ടാവും എന്ന് മാത്രമല്ല ദേവിക്കും ഉണ്ടാവും. അതുകൊണ്ട് ചില ഗുണങ്ങളൊക്കെ. ഇപ്പൊ ദേവിയെ ആരും ആരാധിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ആളുകൾ അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം. ദേവിയെ ആളുകൾ പൂജിക്കാൻ തുടങ്ങും. പൂജിക്കുന്ന ആളുകളുടെയൊക്കെ അഭീഷ്ടങ്ങൾ വേണ്ട പോലെ നിർവഹിച്ചു കൊടുക്കുക. പോരാ, ദേവിക്ക് അനവധി നാമങ്ങളുണ്ടാവും ഇതൊക്കെ ചെയ്താൽ. ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണി ഈശാനി ശാരദേത്യംബികേതി ച. ഈ മാതിരി പേരുകളൊക്കെയാണ് ദേവിക്ക് ഉണ്ടാവാൻ പോണത്. എല്ലാം മായയെ ഏൽപ്പിച്ചു ഭഗവാൻ. പിന്നെ മായയുടെ പ്രവർത്തനം ആരും അറിയാതെ കണ്ട ഒരു ദിവസം ദേവകീ ഗർഭത്തിൽ നിന്ന് ആ ശിശുവിനെ അങ്ങോട്ട് എടുത്തു. രോഹിണിയുടെ ഉദരത്തിൽ അങ്ങോട്ട് നിവേശിപ്പിക്കുകയും ചെയ്തു മായ. പിറ്റേ ദിവസം
ജയിലിലെ പരിചാരകന്മാര് ഇത് ശ്രദ്ധിച്ചു. ഇന്നലെ വരെ ദേവകിയുടെ വയറിങ്ങനെ വീർത്തിരുന്നിരുന്നല്ലോ, ഇന്നിപ്പോ വയർ ഒട്ടിയിരിക്കുന്നുണ്ട്. എന്താ കാരണം? അങ്ങനെ വരട്ടെ. അഹോ വിശ്രംസിതോ ഗർഭ, ഗർഭം അലസിപ്പോയി. എങ്ങനെ അലസിപ്പോവാണ്ടിരിക്കുക? പ്രസവിച്ചു കഴിഞ്ഞാൽ കംസൻ ആ കുഞ്ഞിനെ അടിച്ചു കൊല്ലും എന്ന് നല്ല ഉറപ്പാ. കംസനെ പേടിച്ച് പേടിച്ച് ഗർഭം അലസി എന്നാണ് ആളുകൾ ധരിച്ചത്. ഇത് എങ്ങനെയോ കേട്ട് കേൾപ്പിച്ച് കംസനും മനസ്സിലാക്കി. അദ്ദേഹത്തിന് ആശയക്കുഴപ്പമായി. ദേവകിയുടെ 8ാമത്തെ മകനാണ് തന്നെ കൊല്ലാൻ വരുന്നത്. ഈ അലസിപ്പോയ ഗർഭം വെട്ടിൽ പെടുവോ? അറിഞ്ഞുകൂടാ. ആരോടാ ചോദിക്കുക? ആരോടും ചോദിക്കാനുമില്ല. കംസൻ സ്വയം തീർച്ചപ്പെടുത്തി. എന്ത്? ഇനി ദേവകി പ്രസവിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് ദേവകി വസുദേവനെ പരസ്പരം തൊടാൻ വയ്യാത്ത വിധത്തിൽ ചങ്ങല കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടു. ഒരു ദിവസം ഭഗവാൻ വസുദേവന്റെ ഹൃദയാന്തർഭാഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നു. അപ്പോണ്ട് അദ്ദേഹത്തിന് നല്ല ഒരു സുഖം, ഒരാനന്ദം. മുഖത്തേക്ക് നോക്കിയപ്പോൾ ദേവകിക്ക് മനസ്സിലായി അദ്ദേഹം ആനന്ദമാണ് അനുഭവിക്കണത് എന്ന്. അപ്പൊ ചോദിച്ചു, ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമാണോ? 6 കുട്ടികൾ മരിച്ചുപോയി, 7ാമത്തെ ഗർഭം അലസിപ്പോയി, ഒരു തെറ്റും ചെയ്യാതെ കണ്ട് കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരുന്നു. എന്നിട്ട് എന്താ ഇങ്ങനെ ചിരിക്കണേ? വസുദേവൻ അപ്പ പറഞ്ഞു, എല്ലാ ദുഃഖങ്ങളെയും മറപ്പിക്കുന്ന ഒരു നീലനിലാവ് ഇപ്പോ എന്റെ ഹൃദയത്തിലുണ്ട്. ഏതോ ഒരു പരമാനന്ദമാണ് ഞാൻ അനുഭവിക്കണത് എന്ന്. എങ്കിൽ അത് എനിക്കും കൂടി പകർന്നു തരൂ എന്നായി ദേവകി. വസുദേവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ദേവകി. ആ നോട്ടത്തിലൂടെ ദേവകി ഗർഭത്തിലേക്ക് ഭഗവാൻ കടന്നു ചെന്നു. അവിടെ ഇങ്ങനെ വളർന്നിങ്ങനെ വലുതായി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3, 4 മാസം കഴിഞ്ഞു. ജയിലിലെ പരിചാരകന്മാർ ശ്രദ്ധിച്ചു. അവർക്ക് മനസ്സിലായി ദേവകി ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന്. അതിങ്ങനെ പറഞ്ഞ് കർണാകർണികയാ കംസന്റെ ചെവിയിലും എത്തി. അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ യുക്തിപൂർവം ആലോചിച്ചു. എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്ന് നേരിട്ട് പരിശോധിച്ചേക്കാം നിശ്ചയിച്ചു. എന്നിട്ട് ആ ജയിൽ മുറി അങ്ങോട്ട് തുറന്നു. ദേവകിയെ കണ്ടപ്പോൾ മനസ്സിലായി, ഹരി ഗുഹാം ശ്രിതോ എന്ന പുരേയമീദൃശി, വിഷ്ണുവാണ് ഇവളുടെ ഉള്ളിൽ വന്നേക്കണത് എന്ന്. കാരണം ഇവള് മുമ്പ് ഇങ്ങനെയായിരുന്നില്ല. ഇപ്പോ സന്തുഷ്ടയായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കണു. 6 കുട്ടികൾ മരിച്ചു പോവുക, 7ാമത്തെ ഗർഭം അലസിപ്പോവുക. അങ്ങനത്തെ ഒരമ്മയ്ക്ക് ഒരിക്കലും ചിരിക്കാൻ പറ്റില്ല. എന്നിട്ടും ഒരമ്മ ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാക്കാം ആ അമ്മയുടെ ഉള്ളിൽ വിഷ്ണു സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന്. ഒരു നിമിഷം ആലോചിച്ചു, ഇപ്പൊ തന്നെ അങ്ങോട്ട് വെട്ടിക്കൊന്നാലോ എന്ന്. പിന്നെയാണ് ഓർത്തത്, വേണ്ട, സ്ത്രീയാ സ്വസു, നാമത് സഹോദരിയാണ്, പിന്നെ കാരാഗൃഹത്തിലാണ് കിടക്കുന്നത്, ഗർഭിണിയാണ്. ഞാൻ ഇപ്പോ ഇവളെ വെട്ടിക്കൊന്നാൽ എന്റെ സൽപ്പേരിന് കളങ്കം വരും. വരട്ടെ, പ്രസവം കഴിഞ്ഞിട്ടാവാം. അപ്പൊ തന്നെ ആ ജയിൽ മുറി ഇങ്ങോട്ട് അടച്ചു. എന്നിട്ട് അനവധി കാവൽക്കാരെ അവിടെ ഏർപ്പെടുത്തി. ദേവകി പ്രസവിച്ചാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നരുത്. ഇനി ഇവര് രാത്രി കിടന്നുറങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവർക്ക് മുകളിലും കുറെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. അവര് രാത്രി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തണം. അതിനുവേണ്ടി അവർക്ക് മുകളിലും കുറെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. അനവധി ഉദ്യോഗസ്ഥ പരമ്പര. എന്തിന്? ദേവകി പ്രസവിച്ചാൽ ഉടനെ വിവരം കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് കംസന് ഒരു മനസ്സമാധാനം ഉണ്ടായോ? അതൊട്ടില്ലതാനും. ചിലരോടൊക്കെ ചോദിച്ചു നോക്കി, വിഷ്ണു ഏത് രൂപത്തിലാണ് വരിക, എവിടുന്നാണ് വരിക എന്ന്. ആർക്കും നല്ല നിശ്ചയമില്ലല്ലോ. ഒരാൾ പറഞ്ഞു മത്സ്യത്തിന്റെ രൂപത്തിലാണ് വരിക എന്നാണ് ഞാൻ കേട്ടേക്കണത് എന്ന്. വേറൊരാൾ പറഞ്ഞു അങ്ങനെ മത്സ്യമല്ല, ആമയായിട്ടാണ് വരിക എന്നാണ് ഞാൻ കേട്ടേക്കണത് എന്ന്. വേറെ ചിലർ പറഞ്ഞു പന്നിയുടെ രൂപത്തിലാണ് വരിക എന്ന്. ചിലർ പറഞ്ഞു തൂണിന്റെ ഉള്ളിൽ നിന്നാണ് വരിക എന്ന്. വേറെ ചിലർ പറഞ്ഞു മൂക്കിന്റെ ഉള്ളിൽ നിന്നാണ് വരിക എന്ന്. അപ്പൊ എവിടുന്നാ വരിക, എങ്ങനെയാ വരിക, ഒന്നും നിശ്ചയില്ല. ആകെ പേടിച്ച് അങ്ങനെയാണ് ഇപ്പൊ കംസന്റെ കഥ. രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങും. കംസൻ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ കിടക്കും. ഒരു കാറ്റ് വീശുമ്പോൾ ഇല അനങ്ങണ ശബ്ദം കേൾക്കും. അപ്പോ പേടിയായി. ഇങ്ങനെ പേടിച്ചാണ്. കഷ്ടിച്ച് വെളുപ്പം കാലത്ത് ഒരു 3 മണിയാവുമ്പോൾ ഒന്ന് കണ്ണടയ്ക്കും. കണ്ണടച്ചാൽ അപ്പൊ സ്വപ്നം കാണും. കയ്യിൽ വാളും എടുത്തുകൊണ്ട് വിഷ്ണു തന്നെ വെട്ടിക്കൊല്ലാൻ വരണമെന്നാണ് ആ സ്വപ്നം കാണുക. പതിവായിട്ട് സ്വപ്നം കാണും. ഒരു കണക്കിന് ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹം ഭാഗ്യവാനാണ് എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട് ആലോചിച്ച് നോക്കുക. ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടവർ എത്ര പേരുണ്ട്? ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. സ്വപ്നം കാണുകയാണെങ്കിൽ ഭഗവാനെ സ്വപ്നം കാണണം.
പണ്ട് ഒരാള് ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു. ആ ആള് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടത് എന്ന്. വില്വമംഗല സ്വാമിയാരാണ് അത് രേഖപ്പെടുത്തി വച്ചേക്കണത്. വേണീമൂലേ വിരചിത ഘനശ്യാമപിഞ്ചാവതംസ വിദ്യുല്ലേഖാവലയിത ഇവ സ്നിഗ്ധപീതാംബരേണ. അദ്ദേഹം പറയാണ്, ഒരു നീലമേഘം. സാധാരണ മേഘം എന്ന് പറഞ്ഞാൽ ആകാശത്തിലാണ്. പക്ഷെ ഈ നീലമേഘം ആകാശത്തിലല്ല, ഭൂമിയിലാണ്. മേഘത്തിന് സ്വതേ ആകൃതിയില്ല. പക്ഷെ ഈ നീലമേഘത്തിന് ആകൃതിയുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, ഒക്കെ ഉണ്ട്, തലയുണ്ട്. തലമുടി ഭംഗിയായിട്ട് കെട്ടിവച്ചിട്ടുണ്ട്. ആ കെട്ടിവച്ച തലമുടിയുടെ മുൻവശത്ത് വിരചിത ഘനശ്യാമ പിഞ്ചാവതംസ, മയിൽപീലി ഭംഗിയായിട്ട് തിരികെ വച്ചിട്ടുണ്ട്. നീലമേഘം ആണെങ്കിൽ ഇടിമിന്നലുണ്ടാവണ്ടേ? ഇടിമിന്നലുണ്ട്. വിദ്യുല്ലേഖാവല ഇവ സ്നിഗ്ധപീതാംബരേണ, അരയിൽ മഞ്ഞപ്പട്ടാകുന്ന ഇടിമിന്നല് പോരാ. ഇതാ നടന്ന് നടന്നിങ്ങനെ അടുക്കലേക്ക് വരണു. അടുത്തു വന്നു എന്ന് മാത്രല്ല, മാലിംഗൻ മരതകമണിസ്തംഭഗംഭീരബാഹു, കെട്ടിപ്പിടിച്ചു എന്നങ്ങോട്ട് തോന്നി. അതോടുകൂടി സ്വപ്നേ ദൃഷ്ട, പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു. തരുണ തുളസീഭൂഷണോ നീലമേഘ. ഉണർന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് സംശയം, ഇത് സ്വപ്നം കണ്ടതാണോ അതോ യഥാർത്ഥം തന്നെയോ? ആ നീലമേഘത്തിന്റെ മാറിടത്തിൽ ചാർത്തിയിരുന്ന വനമാലയിലെ തുളസിപ്പൂവിന്റെ സുഗന്ധം ഇന്നും എന്റെ മൂക്കിലിങ്ങനെ അടിക്കുന്നുണ്ടോ എന്ന് സംശയം. എന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ ഇങ്ങനെ വേണം കാണാൻ. ഭഗവാനെ സ്വപ്നം കാണണം. കംസൻ എന്നും ഭഗവാനെ സ്വപ്നം കാണും. അങ്ങനെയായിരുന്നു. പിന്നെ 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 ജാഗ്രത അവസ്ഥയിലും ഭഗവാനെ കാണാൻ തുടങ്ങി. സർവം വിഷ്ണുമയം ജഗൽ എന്ന അവസ്ഥയിലേക്ക് കംസൻ എത്തിച്ചേർന്നു. സാധാരണ ഒരാൾക്ക് ഭഗവാൻ തന്റെ കുടുംബത്തിൽ വരാൻ പോണു എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ എല്ലാ ഭയവും തീരും. കംസൻ നേരെ മറിച്ചായിരുന്നു. ഭഗവാൻ വരാൻ പോണു എന്നറിഞ്ഞ് പേടിച്ച് 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 അവിടെ കഴിഞ്ഞുകൂടി. ഭഗവാൻ ദേവകി ഗർഭത്തിലിങ്ങനെ വളർന്നു വളർന്നിങ്ങനെ വന്നു. 10ാമത്തെ മാസമായി. ഗർഭം പൂർണ്ണമായ സമയത്ത് ദേവന്മാരൊക്കെ ആ പരിസരത്തിൽ വന്നു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സത്യവ്രതം സത്യപരം ധൃസത്യം, ഹേ സത്യസ്വരൂപനായ ഭഗവാനെ എവിടേക്ക്? ഇതാ നമസ്കാരം നമസ്കാരം. ഏകായനോസൗ, അവിടുന്നാണല്ലോ എല്ലാവർക്കും ഒരേ ഒരു ശരണ്യനായിട്ടുള്ള ആള്. ഒരു മരത്തിന് എങ്ങനെയാണോ നാരായ പേര് ആശ്രയമായിട്ട് വർത്തിക്കണത്, അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിന് ആശ്രയമായിട്ടാണ് അവിടുന്ന് വർത്തിക്കണത്. അവിടുന്ന് ഇതിനകം എത്രയോ രൂപങ്ങളെ സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വരേണ്ടായിട്ടുണ്ട്. ചിലരുണ്ട് വലിയ ജ്ഞാനികളാണ് എന്നൊക്കെ ഭാവിക്കും. പക്ഷേ ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഇല്ലാതെ കണ്ടെന്നാ തീർച്ച ആ ആൾക്ക് അധപ്പതനം ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ഭക്തന്മാർക്ക് ഒരിക്കലും അധപ്പതനം ഉണ്ടാവാറില്ല. തഥാനതേ മാധവ താവകാഹ ക്വചിൽ ഭ്രശ്യന്തി മാർഗൻ ത്വയിബദ്ധ സൗഹൃദാഹ. ഈ ഭക്തനായാലും അഭക്തനായാലും പൂർവകർമ്മത്തിന്റെ ഫലം കുറച്ചൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. എന്നാലും ഈ അഭക്തന്മാർക്ക് ആവർത്തിച്ചാവർത്തിച്ച് ദുഃഖങ്ങളും ആപത്തുകളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ വിഷം കുടിച്ച് മരിച്ചു എന്ന് വരാം, കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് വരാം. ഭക്തന്മാർക്ക് അങ്ങനെയല്ല. ഏത് ആപത്ത് വന്നാലും ഏത് ദൗർഭാഗ്യം വന്നാലും അതിനെയൊക്കെ നേരിടാൻ നല്ല കഴിവുണ്ടാവും. അതുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ ധൈര്യത്തോടുകൂടി അങ്ങോട്ട് നീങ്ങും. ഈ അമ്മമാര് കുട്ടികളെ മാളിയുടെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകണില്ലേ, ഒരു വിരലിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അമ്മ കുട്ടി ആ വിരലുമ്മൽ പിടിക്കും. എന്നിട്ട് ഒരു പടിയുമ്മലേക്ക് കയറും, അവിടെ ഒന്ന് നിൽക്കും. അമ്മ അടുത്ത പടിയുമ്മലേക്ക് കയറും, വീണ്ടും വിരൽ കാണിച്ചു കൊടുക്കും, പിന്നെയും കുട്ടി അടുത്ത പടിയുമ്മലേക്ക് കയറും. ഇങ്ങനെ നിന്ന് 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 ഓരോ പടിയായിട്ട് കുട്ടി മാളിയുടെ മുകളിലേക്ക് കയറാറുണ്ട്. ഇതുപോലെയാണ് ഭക്തന്റെയും കഥ. ഭഗവാന്റെ പാദത്തിലാണ് മുറുകെ പിടിച്ചേക്കണത്. ഈ കുട്ടിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അമ്മയുടെ വിരലുമലൊന്ന് പിടിച്ചാൽ മതി, വീഴാണ്ട് നോക്കേണ്ട ബാധ്യത അമ്മയ്ക്കാണ്. ഇതുപോലെ ഭക്തന്മാർക്കറിയാം ഭഗവാന്റെ പാദം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങിയാൽ ഒരിക്കലും വീഴ്ച വരില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് സാരമൊന്നുമില്ല. ഒരു കോണിപ്പടിയുടെ പേര് ദാരിദ്ര്യം എന്നാണ്. കുറച്ചു കാലം അതുമ്മ നിന്നു, കുറച്ച് ക്ലേശിച്ചു. എന്നാലെന്താ, വീഴില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. വീഴാണ്ട് നോക്കേണ്ട ബാധ്യത ഭഗവാനാണല്ലോ. അത് കഴിഞ്ഞാൽ അടുത്ത കോണിപ്പടിയിലേക്ക് കയറുകയും ആ കോണിപ്പടിക്ക് പേര് രോഗം എന്നാണ്. കുറച്ചു കാലം അതുമ്മ നിന്നു, കുറച്ച് ക്ലേശിച്ചു, അടുത്ത കോണിപ്പടിയിലേക്ക് കയറി. 3ാമത്തെ കോണിപ്പടി, അതിനെന്താ പേര്? പുത്രദുഃഖം എന്നാണ്.
അതുമ്പോലും കുറച്ചു കാലം നിന്നു. ഇങ്ങനെ എല്ലാ സമയത്തും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സുഖങ്ങളും വരും, ഇടയ്ക്ക് സൗഭാഗ്യവും വരും. ഇങ്ങനെ സുഖങ്ങളുടേതും ദുഃഖങ്ങളുടേതുമാകുന്ന, സൗഭാഗ്യങ്ങളുടേതും ദൗർഭാഗ്യങ്ങളുടേതുമാകുന്ന ഓരോരോ കർമ്മഫലങ്ങളുടെ കോണിപ്പടികളിൽ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് ഭക്തന്മാര് മുക്തിയുടെ മണിമാളികയിലേക്ക് കയറാറുള്ളത്. എപ്പോഴും അവര് ത്വയാഭിഗുപ്താഹ വിചരന്തി നിർഭയാഹ. അവരൊക്കെ നിർഭയന്മാരാണ്, പേടി കൂടാതെ കണ്ടാണ് അവരുടെ ആ മുന്നോട്ടുള്ള യാത്ര. അതുകൊണ്ട് ഭക്തന്മാർക്ക് യാതൊരു ആശങ്കയും ഇല്ല. ഇതിനു മുമ്പും അവിടുന്ന് പല പല രൂപങ്ങളെ കൈക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വരേണ്ടായിട്ടുണ്ടല്ലോ. ഇനി യഥാസമയം ഈ യദുവംശത്തിൽ അവതരിക്കുക, സജ്ജനങ്ങളെയൊക്കെ വേണ്ട പോലെ അവിടുന്ന് അനുഗ്രഹിക്കുക. അവിടേക്ക് ഇതാ നമസ്കാരം നമസ്കാരം. എല്ലാവരും ഗർഭസ്ഥനായ ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. 2 വാക്ക് ദേവകിയോടും പറഞ്ഞു. ദിഷ്ട്യമ്പതയെ കുക്ഷികത പരപ്പുമാൻ. അമ്മേ, ഇനി പേടിക്കാനൊന്നുമില്ല. ഭോജരാജാവോ കംസൻ ശ്വാസം വലിച്ചു തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ആയുസ് അവസാനിക്കാറായി. ആശ്വസിപ്പിച്ചുകൊണ്ട് ദേവന്മാരെല്ലാം അവിടുന്ന് തിരിച്ചുപോയി. ദേവന്മാരൊക്കെ സ്വന്തം ആ സ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി. അതേസമയം ശിവനും ബ്രഹ്മാവും മാത്രം അങ്ങനെ തിരിച്ചുപോയില്ല. ഒരാള് അഷ്ടമിയുടെ അധിദേവത, മറ്റാള് രോഹിണിയുടെ അധിദേവത. 2 പേരും കൈകോർത്ത് പിടിച്ച് നിന്നു. അഷ്ടമിയും രോഹിണിയും കൈകോർത്ത് പിടിച്ച് നിന്ന ആ സമയത്താണ് ഭഗവാൻ അവതരിക്കാൻ പോണത്. അവതാരം കാണണം, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് 2 പേരും. ഭഗവാൻ അവതരിക്കാറായപ്പോഴേക്കും ആ പശ്ചാത്തലം തന്നെ ആകെ അങ്ങോട്ട് മാറി. കർക്കിടമാസം കഴിഞ്ഞു, ഇത്രയായുള്ളൂ, ചിങ്ങമാസത്തിന്റെ ആരംഭം. ഇതേവരെ ആകാശത്തിൽ ഇങ്ങനെ കാർ മൂടിക്കെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോ കാർമേഘങ്ങളൊക്കെ കുറെ അങ്ങോട്ട് ഒഴിഞ്ഞു എന്ന് മാത്രമല്ല, ജ്യോതിർഗോളങ്ങളൊക്കെ നക്ഷത്രങ്ങളൊക്കെ നല്ലോണം അങ്ങനെ പ്രകാശിച്ചു. ദിങ്മണ്ഡലങ്ങളൊക്കെ നല്ലപോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതേവരെ നദികളിൽ വെള്ളമുണ്ടായിരുന്നെങ്കിലും എല്ലാം കുത്തിക്കലങ്ങിക്കൊണ്ടാണ് ഒഴുകിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നല്ല തെളിഞ്ഞ വെള്ളം, താമരപ്പൂക്കളൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വിടർന്നിങ്ങനെ ഇരിക്കുന്നു. ബ്രാഹ്മണരുടെ ഹോമാഗ്നിയൊക്കെ തന്നെത്താൻ അങ്ങനെ ജ്വലിച്ച് കത്താൻ തുടങ്ങി. നല്ല സുഖസ്പരിശമായ മന്ദമാരുതൻ ഇങ്ങനെ എല്ലായിടത്തും സുഗന്ധം പരത്തിക്കൊണ്ട് അങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. സമുദ്രം കുറേശ്ശെ ഹരിഷാരവം പുറപ്പെടുവിക്കണു, ഭഗവാൻ വരാൻ പോണു എന്ന് പറഞ്ഞ്. അതേസമയം ആകാശത്തിൽ അവിടെ ഇവിടെയൊക്കെയുള്ള മഴക്കാറുകളോ അവരും കുറേശ്ശെ ശബ്ദിക്കാൻ തുടങ്ങി. ഭഗവാന്റെ അവതാര സമയത്ത് തകിലടിക്കാൻ ഒരാൾ വേണമല്ലോ, ആ ജോലി മേഘങ്ങൾ ഏറ്റെടുത്തു. അപ്സര സ്ത്രീകൾ നൃത്തം വെച്ചിടങ്ങി. ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ഒക്കെ വാദ്യഘോഷങ്ങൾ മുഴക്കാൻ തുടങ്ങി. ചിലർ പാട്ടുപാടാൻ തുടങ്ങി. ഇങ്ങനെ ഭൂമിയിലുള്ളവര്, ദിവ്യലോകത്തിലുള്ളവര്, ജീവനുള്ളവര്, ജീവനില്ലാത്തവര്, ഇങ്ങനെ എല്ലാവരും ഭഗവാന്റെ ആ അവതാര മഹോത്സവത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പണ്ടെന്നോ നടന്നതാണ് ശ്രീകൃഷ്ണാവതാരം എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പോരാ. ആര് ഭഗവാനെ ആത്മാർത്ഥമായി സ്മരിക്കണോ ആളുടെ ഹൃദയത്തിലാണ് ഭഗവാൻ അവതരിക്കുക. നമ്മൾ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിക്കും. നമ്മളെല്ലാവരും ഒരുപോലെ അപേക്ഷിച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി ഇവിടെ നമ്മുടെ ഈ സന്നിധിയിൽ തന്നെ പ്രത്യക്ഷനാകും. ഇങ്ങനെ എല്ലാവരും ആ അവതാര മഹോത്സവത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ പുത്രത്വേന മധുരാപുരിയിൽ കാരാഗൃഹത്തിൽ അർദ്ധരാത്രി സമയത്ത് അവതരിച്ചു എന്ന ആ അവതാര രംഗമാണ് ഇനി സ്മരിക്കാൻ പോണത്. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.